നമസ്കാരം. ലാലേട്ടൻ്റെ ബറോ സിനിമ കണ്ടു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ആവറേജ് മൂവി അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചതും. അതിലേക്ക് വിശദമായിട്ട് വരാം. എന്താണ് തീമെന്ന് നമുക്ക് നോക്കാം. ബറോസ് എന്ന് പറയുന്ന നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ജോലി അല്ലെങ്കിൽ കർത്തവ്യം നിർവഹിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. ഇസബെല്ല എന്ന് പറയുന്ന പെൺകുട്ടിയും ബറോസും തമ്മിലുള്ളൊരു ആത്മബന്ധവും അതിലൂടെയാണ് കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. 3Dക്ക് നല്ല സ്കോപ്പുള്ള കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു കഥാപശ്ചാത്തലമാണ് ലാലേട്ടൻ ചൂസ് ചെയ്തത്. സിനിമ കാണുമ്പോൾ നമുക്കറിയാം കുട്ടികളെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം സിനിമ ക്യാരി ചെയ്തിരിക്കുന്നത്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേയിൽ നല്ലൊരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ സിനിമയിലേക്ക് പോകുന്ന യാത്രയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന രംഗങ്ങളോ നമുക്ക് വാവ് എന്ന് പറയുന്ന തരത്തിലുള്ള രംഗങ്ങളോ ഒക്കെ വളരെ കുറവാണ് എന്നുള്ളതാണ് വസ്തുത. അടുത്ത് എന്താകും എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ ഉള്ള ഒരു രീതിക്കുള്ള സ്ക്രീൻ പ്ലേ മിസ്സിംഗ് ആയിരുന്നു. ആ മിസ്സിംഗ് ആണ് സിനിമയിലുടനീളം ഒരു കണക്ഷൻ ഇല്ലാതെ പോയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു കണക്ഷക്കുറവ് തന്നെ ആയിരിക്കാം എന്നെ ഒരു ആവറേജ് എന്ന ലെവലിലേക്ക് എന്നിലെ പ്രേക്ഷകനെ എത്തിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമാറ്റോഗ്രഫി സന്തോഷ് ശിവൻ, അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ് എല്ലാം നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയ കുഴപ്പമുണ്ടായില്ല. പാട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സിനിമയോട് ചേർന്ന് പോകുമ്പോഴത്തേക്കും കേട്ടിരിക്കാൻ രസമുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ ശബ്ദത്തിനുപരി അതിനൊരു പ്രൊഫഷണൽ സിംഗറിൻ്റെ ശബ്ദം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായേനെ. അത് നല്ല രീതിയിൽ തെളിയിച്ചു തരുന്നൊരു പാട്ടാണ് രണ്ടാമത്തെ പാട്ട്. ലാലേട്ടൻ പാടിയതിനു ശേഷം സെയിം ട്യൂൺ ഫീമെയിൽ വോയിസ് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു കളറിൻ്റെ വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു സജഷനാണ്. എനിക്കിതിനകത്ത് മോശമായൊരു സെഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റണ്ടിങ് സെക്ഷൻ ഭയങ്കര നിരുത്സാഹപ്പെടുത്തിയൊരു സംഭവമായിരുന്നു. സ്റ്റൺ കൊറിയോഗ്രഫി നോട്ട് അപ് ടു മാർക്ക്. പിന്നെ ലാലേട്ടനും ഒരുപാട് കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് ചെയ്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. സിനിമ തുടങ്ങി കണ്ടു വരുമ്പോൾ തന്നെ ഒരു നാടകീയത നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഈ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ നിലവാരത്തിൻ്റെ എന്താ പറയുക ബിലോ ആവറേജായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കുറേ പുതുമുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവരൊന്നും തന്നെ അഭിനയിച്ച് പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുള്ളത് അവരുടെ പെർഫോമൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരാൾ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ലാലേട്ടൻ പൂർണ്ണമായും വിജയിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. അദ്ദേഹത്തിൻ്റെ എഫേർട്ട് അതിനെ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഒരുപാട് എഫേർട്ട് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതാണോ അല്ലാണ്ട് ശ്രദ്ധക്കുറവ് വന്നതാണോ എന്നൊന്നും അറിയില്ല. ആ കുറവുകൾ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ പടം കാണാൻ പോകുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇതൊരു കുട്ടികൾക്കുള്ള സിനിമയാണ്, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനം ഉണ്ടാവും. ആ മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ണടച്ച് വിടാം എന്നുള്ള ലെവലിലൊക്കെ പോയെങ്കിൽ പോലും നമ്മളെ കുറേയൊക്കെ മറന്നിട്ട് അവസാനം ഞാനത് എനിക്ക് ഫസ്റ്റ് ഹാഫ് വന്നിട്ട് പോലും ഞാൻ ക്ലൈമാക്സ് ആവട്ടെ അവിടെ എന്ത് സംഭവിക്കുന്നു കാണട്ടെ, ചിലപ്പോൾ നമ്മൾ ഇമ്പ്രസ് ചെയ്ത് ഇറക്കാൻ പറ്റിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെയൊന്നും അതുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. ക്ലൈമാക്സും ഒക്കെ തന്നെ, അതായത് ബറോസ് തൻ്റെ കർത്തവ്യം പൂർത്തിയാക്കി ഈ ലോകത്ത് നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് ഇമോഷണലി ഭയങ്കര ഫീൽ ചെയ്യിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ആ ഫീലൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഞാനും എൻ്റെ മകനും കൂടെയാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മാത്രം മിസ്റ്റേക്ക് ആണോയെന്ന് ഞാനൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവനോടും ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ആ പടം ഇഷ്ടമായെന്ന് ചോദിച്ചപ്പോൾ അവനും പറഞ്ഞത് തന്നെ, അച്ഛൻ എനിക്ക് സിനിമ അത്ര ഇഷ്ടമൊന്നും പെട്ടില്ല, പക്ഷേ 3D എഫക്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3Dനെ കുറിച്ച് പറയാം. 3D ആണ് ഈ സിനിമയുടെ മെയിൻ. നമ്മൾ ഇപ്പോൾ മാർക്ക് കാണുമ്പോഴത്തേക്ക് ആക്ഷനാണ് മെയിൻ, അല്ലെങ്കിൽ വയലൻസ് ആണ് മെയിൻ, ബാക്കിയൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ പോലെ നല്ലൊരു 3D നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് പോകാം. വേറെ കഥയോ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. 3D എഫക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാകുന്നുണ്ട്. എക്സലൻറ്റ് 3D എഫക്ട്സ് ആണ് സിനിമയിൽ കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന മുതൽ ആശീർവാദ് സിനിമാസിൻ്റെ ആ ഒരു ടൈറ്റിൽ കാണിക്കുമല്ലോ, അതൊക്കെ ഹെവി എഫക്ട്സ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ അപ്പം തൊട്ട് നമുക്ക് ആ 3Dയുടെ ലെവലിൽ ഒരു ഓഫ് ഫാക്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ മുതൽക്ക് ഇൻ്റർവൽ വരെ ഇങ്ങനെ 3D ഇങ്ങനെ നല്ല എഫക്ട്സ് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി അങ്ങനെ നിൽക്കും. പിന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം ഇതേ എഫക്ട്സ് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു മണിക്കൂറോളം നമ്മളിങ്ങനെ കണ്ട് കണ്ണ് സെറ്റായത് കൊണ്ടാണോ എന്നറിയില്ല, സെക്കൻഡ് ഹാഫിന് ശേഷം വരുന്ന പല എഫക്റ്റുകളും എനിക്ക് വലിയ ഇമ്പാക്റ്റ് തന്നിരുന്നില്ല. ആദ്യം കിട്ടിയ ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഒരു ആവറേജ് മൂവിയാണ്. പക്ഷേ 3Dക്ക് വേണ്ടിയിട്ട് സിനിമ നിങ്ങൾക്ക് കാണാം. മികച്ച ഒരു 3D എക്സ്പീരിയൻസ് ബറോസ് നിങ്ങൾക്ക് നൽകും. അതിൽ യാതൊരു സംശയവും വേണ്ട.